അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റമദാൻ നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് നാളത്തെ മഗ്‌രിബോട് കൂടി പിറ കാണുകയാണെങ്കിൽ റമദാനിൻ്റെ ആദ്യത്തെ രാവാണ് നാളത്തെ മഗ്‌രിബോട് കൂടി കടന്നു വരുന്നത്. പിറ കാണുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് റമദാൻ 1 ഞായറാഴ്ചയായിരിക്കും. നമുക്കെല്ലാവർക്കും അല്ലാഹു തആല ഈ ഒരു വർഷത്തിലുള്ള റമദാന് മുഴുവനായിട്ടും ലഭിക്കുവാൻ തൗഫീക്കും ആയുസ്സും നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു മാസമാണ് പുണ്യ റമദാന്. ഈ റമദാൻ മാസത്തിൽ റമദാനിൻ്റെ ആദ്യത്തെ രാവെന്ന് പറയുന്നത് തന്നെ അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നും ഇജാബത്ത് ഉറപ്പുള്ള ഒരു രാവാണ്. അല്ലാഹു തആല ചില സമയങ്ങളിലും ചില ദിവസങ്ങളിലും പ്രത്യേകം ദുആക്ക് ഇജാബത്ത് നൽകുന്ന ദിവസങ്ങളൊക്കെ ഉണ്ട്. അതിലുള്ള ഏറ്റവും ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ദിവസമാണ് റമദാൻ മാസത്തിൻ്റെ ആദ്യത്തെ രാവെന്ന് പറയുന്നത്. അതുപോലെ ലൈലത്തുൽ ഖദറിൻ്റെ രാവ്, ഇതൊക്കെയാണ്. അപ്പോൾ റമദാനിൻ്റെ ആദ്യത്തെ ഈ രാവ് അത് ഇനി നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ആണെങ്കിൽ ഏതിലാണോ നമ്മൾ അറിയുന്നത് ആ ഒരു രാവിലെ നമ്മൾ മാക്സിമം നമ്മൾ ഉപയോഗപ്പെടുത്തുക. ആ ഒരു രാവിലെ അങ്ങാടിയിൽ പോയി കറങ്ങുവാനും മറ്റുള്ള വർത്തമാനങ്ങളും സംസാരങ്ങളും അനാവശ്യ പ്രവർത്തനങ്ങളും ചിന്തകളും ഒക്കെയിൽ ഏർപ്പെട്ടുകൊണ്ട് സമയം പാഴാക്കി കളയാതെ നമുക്ക് വേണ്ടിയിട്ട് നാളെ പരലോകത്ത് വിജയം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നും നമ്മുടെ കാര്യങ്ങളിൽ ഖൈറും ബർക്കത്തും റഹ്മത്തും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും ആപത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടാനും റബ്ബിൻ്റെ സഹായവും കാവലും രക്ഷയും ജീവിതത്തിലുടനീളം ലഭിക്കുന്നതിനും അവസാനം മരണം നന്നാകുന്നതിനും ഇഹലോകത്തുള്ള ജീവിതം മനസ്സമാധാനത്തോടു കൂടിയുള്ളതാകുന്നതിനും റമദാനിൻ്റെ ആദ്യത്തെ രാവിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഫർള് നിസ്കാരങ്ങൾക്ക് കൂടെ തന്നെ സുന്നത്തുകൾ അധികരിപ്പിക്കുക. കാരണം റമദാനിൽ ചെയ്യുന്ന ഓരോ അമലിനും അല്ലാഹു തആല ഇരട്ടി പ്രതിഫലം നൽകുന്നതാണ്. അപ്പോൾ ചൊല്ലുന്ന ദിക്റുകളുടെയും ചൊല്ലുന്ന സ്വലാത്തുകളുടെയും എണ്ണം വർദ്ധിപ്പിക്കുക, സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അപ്പോൾ ഇതിൽ നമുക്ക് എന്തും ഇതുവരെ നമുക്ക് പല ആഗ്രഹങ്ങളുണ്ടാകും. അതിൽ നടക്കാത്ത ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാകും. നമ്മളിനി ജീവിതത്തിൽ നടക്കില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ടുള്ള പല മോഹങ്ങളുണ്ടാകും. അതൊക്കെ അല്ലാഹു തആല നമുക്ക് ഹാസിലാക്കി തരാൻ നമുക്ക് നാളത്തെ റമദാനിൻ്റെ ആദ്യത്തെ രാവ് പിറ കാണുകയാണെങ്കിൽ നാളത്തെ മഗ്‌രിബോട് കൂടി കടന്നു വരുന്ന ആ രാവിലെ അള്ളാഹുവിനോട് അതിനു വേണ്ടിയിട്ട് നമ്മൾ നന്നായി മനസ്സുരുകിക്കൊണ്ട് കണ്ണീര് ഒലിപ്പിച്ചുകൊണ്ട് കൈകൾ ഉയർത്തി റബ്ബിനോട് ദുആ ചെയ്യുക. ഇജാബത്ത് ഉറപ്പുള്ള രാവാണ്. അങ്ങനത്തെ രാവിലെ നമ്മൾ പ്രത്യേകം ദുആ ചെയ്യുക. ഉത്തരം കിട്ടുന്ന ഉറപ്പുള്ള രാവുകളുണ്ട് ചിലതൊക്കെ. ആ ചില രാവുകളിൽ നമ്മൾ കൂടുതൽ സമയം ഇരുന്ന് ദുആ ചെയ്യുക അള്ളാഹുവിനോട്. അള്ളാഹ് നമ്മുടെ ദുആ അപ്പോഴാണ് കബൂലാക്കുന്നത്. ഇൻഷാ അല്ലാഹ് റമദാനിൻ്റെ ആദ്യത്തെ രാവിലെ ചൊല്ലേണ്ട ദിക്റുകളും സലാത്തുകളും ഏതൊക്കെയാണെന്ന് അടുത്ത വീഡിയോയിൽ പറഞ്ഞു വെക്കാം. റമദാനിൻ്റെ ഓരോ ദിവസങ്ങളിലും നമ്മൾ ചൊല്ലേണ്ട പ്രത്യേകം ദിക്റുകളുണ്ട്, പ്രത്യേകം സലാത്തുകളുണ്ട്, പ്രത്യേകം ചൊല്ലേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്, സൂറത്തുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾക്ക് വരുന്ന ഓരോ വീഡിയോകളിലായിട്ട് പറയാം. ഇൻഷാ അല്ലാഹ് ഈ ഒരു 2025 പുണ്യമാക്കപ്പെട്ടിട്ടുള്ള റമദാന് നല്ല രീതിയിൽ കൊണ്ടുപോകുവാൻ അല്ലാഹു തആല നമുക്ക് തൗഫീക്കും അതിന് കൂടെ തന്നെ ആയുസ്സും ആരോഗ്യവും നമുക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.